റൺവേയിൽ നിന്ന് ഒരു നിശ്ചിത വേഗത്തിലേക്ക് വിമാനം എത്തിയതിനു ശേഷം ആണ് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത്. ആ സമയത്ത് ഈ വിമാനത്തിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾ ഒരേ സമയം പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. ആ സാങ്കേതിക സംവിധാനങ്ങളിൽ ചെറിയ പിഴവുകൾ ഉണ്ടായാൽ പോലും അത് നിയന്ത്രിക്കുക എന്നത് ഒരു പൈലറ്റിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാകുന്ന ഒന്നാണ്. അവിടെയാണ് എക്സ്പീരിയൻസ് എന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഘട്ടത്തിൽ അനുഭവപ്പെടാറുണ്ട്. വളരെ കൃത്യമായി റൺവേയിൽ നിന്ന് പറന്നുയരാൻ സാധിക്കാതിരിക്കുക. നമുക്കറിയാം, പല വിമാന അപകടങ്ങളും പരിശോധിച്ചാൽ റൺവേയിൽ തന്നെ വിമാനങ്ങൾ തെന്നിമാറി അപകടം ഉണ്ടാകുന്നത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ റൺവേയിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ, ആ പിഴവുകൾ എന്നത് നമുക്കറിയാമല്ലോ ആര്യ, ഇതൊക്കെ ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ആണ്. ആ നിമിഷത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ആണ് വലിയ അപകടങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന ഈ ഇൻപുട്ടുകൾ, അതായത് ഈ മേഖലയിലുള്ള വിദഗ്ധർ പറയുന്നതനുസരിച്ച് അത്തരം ചില പിഴവുകൾ കൂടി സംഭവിച്ചിട്ടുണ്ടാകാം. അത് സ്ഥിരീകരിക്കാവുന്നവയല്ല. കാരണം ഈ ഇന്ധനത്തിൻ്റെ മർദ്ദത്തിൽ അടക്കം വരുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ധനക്ഷമതയോടുകൂടിയാണ് ഈ വിമാനം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറക്കുന്ന വിമാനമാണ്. യാത്ര ആരംഭിച്ച സമയമാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂവൽ കപ്പാസിറ്റി എന്നത് ഏറ്റവും കൂടുതൽ ആയിരുന്ന സമയം ആണ്. അതുകൊണ്ട് ഈ അന്തരീക്ഷത്തിലേക്ക് പറന്നുയരുന്ന സമയത്ത് ഒരു പക്ഷേ ഇന്ധനത്തിൻ്റെ മർദ്ദത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. ഈ മർദ്ദം എന്നത് വിമാനത്തിൻ്റെ ബാലൻസിങ്ങിനെ ബാധിക്കുന്ന ഒന്നാണ്. ആ ബാലൻസിങ്ങിനെ നിയന്ത്രിക്കുന്നതിനുള്ള ടെക്നിക്കൽ സംവിധാനങ്ങൾ വിമാനത്തിൽ ഉണ്ട്. പക്ഷേ അവിടെ പിഴവുകൾ ഉണ്ടായാൽ ആ പിഴവുകളെ കൈകാര്യം ചെയ്യുക എന്നതാണ് പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു പക്ഷേ വിമാനാപകടത്തിന് കാരണം പക്ഷി ഇടിച്ചതാകാം എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന ഒന്നല്ല. അങ്ങനെ ടേക്ക് ഓഫിൻ്റെ സമയത്ത് തന്നെ ഏതെങ്കിലും പക്ഷി ഈ വിമാനത്തിൽ ഇടിച്ച് ആ നിയന്ത്രണം വിട്ടുപോകുന്ന, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്നതിൽ പൈലറ്റ് പരാജയപ്പെട്ടതാണോ എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ആംഗിൾ നിശ്ചയിക്കുന്നതിൽ ഉണ്ടാകുന്ന പിഴവുകൾ ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വലിയൊരു യാത്രാ വിമാനം ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ വഹിക്കാൻ ശേഷിയുള്ള കാറ്റഗറിയിൽപ്പെട്ട ഒരു വിമാനമാണ്. ഈ റൺവേയിൽ നിന്ന് സാധാരണ ഉയർന്നു പൊങ്ങിയതിന് ശേഷം ആകാശപാതയിലേക്കാണ് വിമാനങ്ങൾ കടക്കുക. അതായത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ റൂട്ട് ചെയ്യപ്പെട്ട ആകാശപാതകൾ ഉണ്ട്. ഈ ആകാശപാതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൃത്യമായ ആംഗിളിൽ തന്നെ ആയിരിക്കണം വിമാനം പറന്ന് ഉയരേണ്ടത്. ഈ ആംഗിളിൽ ചിലപ്പോൾ പിഴവുകൾ സംഭവിക്കാറുണ്ട്. അത് പിന്നീട് ബാലൻസ് ചെയ്യാറുണ്ട് പൈലറ്റുമാർ. പക്ഷേ ആ സമയത്ത് വലിയ പിഴവാണ് സംഭവിക്കുന്നതെങ്കിൽ പിന്നീട് പലപ്പോഴും വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ട്. അവിടെയാണ് ഈ മെയ്ഡേ അലർട്ട് വന്നിരുന്നു. അതായത് വിമാനം ഒരു വലിയ അപകടത്തിലേക്ക് എന്ന നിർദ്ദേശം വിമാനത്താവളത്തിലേക്ക് വിമാനത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. പക്ഷേ ആ നിമിഷം തന്നെ വിമാനം തകരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വിമാനം അപകടത്തിൽപ്പെടുന്നു എന്നത് തീർച്ചയായും പൈലറ്റിനും സഹ പൈലറ്റിനുമൊക്കെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നു എന്നതിൽ തർക്കമില്ല. പക്ഷേ അതെങ്ങനെ എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. മറ്റൊരു അപകട നമുക്കറിയാം, മെയ്ഡേ സന്ദേശം വന്നത് ത്രസ്റ്റ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്, പറന്നുയരാനുള്ള ശേഷി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ശേഷി, ആ എനർജി ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ അധികൃതർക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്, അതിനൊരു കാരണം എന്താണ് എന്നത് വിദഗ്ധർക്ക് അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താൻ കഴിയുന്നില്ലേ ഈ ഘട്ടത്തിൽ? ആര്യ, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അത് ഫൈനലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതാണ് അപകട കാരണം എന്നതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആര്യ പറഞ്ഞത് തന്നെയാണ്. ത്രസ്റ്റ് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ ഈ വിമാനം അപകടത്തിൽപ്പെട്ടു. സാധാരണ നിലയിൽ ഈ പൈലറ്റിൽ നിന്ന് അല്ലെങ്കിൽ സഹ പൈലറ്റിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ഈ വിമാനം നിയന്ത്രണം നഷ്ടപ്പെടുകയോ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത മുന്നിൽ കാണുകയോ ചെയ്യുമ്പോൾ കൂടുതൽ മെസ്സേജുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിനുള്ള ഒരു ടൈം ഉണ്ടായില്ല എന്നതാണ്. അതായത് ഏറ്റവും സങ്കീർണമായ അവസ്ഥയിലൂടെ വിമാനം കടന്നു പോകുമ്പോഴാണ് മെയ്ഡേ അലർട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഒരു അലർട്ട് വന്ന നിമിഷം തന്നെ ഇത് അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത്, ഈ പറയുന്നത് പോലെ വിമാനത്തിന് കൃത്യമായി കുതിച്ചുയരാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ തന്നെ ഈ സൂചിപ്പിക്കുന്ന 2 ഡബിൾ എഞ്ചിനുകൾ ഉള്ള വിമാനം ആണ്. അവിടെ ഒരു എഞ്ചിന് സാങ്കേതിക തകരാറുണ്ടായാൽ പോലും അത് അടുത്ത എഞ്ചിനിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഒരു എഞ്ചിൻ ഫെയിലിയർ ആയാൽ പോലും അങ്ങനെ ഒരു അപകടം ഉണ്ടാകേണ്ടതല്ല. അവിടെയാണ് ഈ സൂചിപ്പിക്കുന്നത് പോലെ കാലാവസ്ഥയിലടക്കം ഉണ്ടാകുന്ന
ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ നമുക്കറിയാം. അന്തരീക്ഷത്തിൻ്റെ സമ്മർദ്ദം അല്ലെങ്കിൽ പ്രഷർ ഒക്കെ മാറിയാൽ പോലും അത് ടേക്ക് ഓഫ് എന്നത് തന്നെയാണ് ഏറ്റവും നിർണായകം. ഇവിടെ നമ്മൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ടേക്ക് ഓഫ് നടത്തി സെക്കൻഡുകൾക്കുള്ളിൽ ആണ് ഈ വിമാനം അപകടത്തിൽപ്പെട്ടത്, കത്തി അമർന്നത് എന്നതുകൊണ്ടാണ്. ഈ പിഴവാണോ എന്നത് ഉറപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. ഈ ടേക്ക് ഓഫ് സമയത്തുണ്ടാകുന്ന പിഴവുകൾ പൂർണ്ണമായും പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിഴവുകൾ ആകണമെന്നില്ല. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ടെക്നിക്കൽ ആയി ഉണ്ടാകുന്ന പിഴവുകൾ അത് ഒരുപക്ഷെ ആകാശമാർഗം സഞ്ചരിക്കുന്ന സമയത്തുണ്ടാകുന്ന പിഴവുകൾ അപകട സാധ്യത കുറയ്ക്കുന്ന പിഴവുകളാണ് എന്നും അത് പരിഹരിക്കാൻ സാധിക്കുന്ന പിഴവുകളായിരിക്കും എന്നുമാണ് ഈ രംഗത്തുള്ള വിദഗ്ധർ പറയുന്നത്. പക്ഷേ ടേക്ക് ഓഫ് സമയത്ത് ഉണ്ടാകുന്ന പിഴവുകൾ, അപ്രതീക്ഷിതമാകുന്ന പിഴവുകൾ വളരെ പെട്ടെന്ന് ബാലൻസ് ചെയ്യാൻ പൈലറ്റിന് സാധിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത് ഈ വിമാനത്തിൻ്റെ പൈലറ്റും സഹ പൈലറ്റും കൃത്യമായ എയർ ടൈമിങ്ങിലൂടെ, അതായത് വിമാനം പറത്തി മണിക്കൂറുകളോളം വിമാനം പറത്തി എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരുന്നു എന്നത് തന്നെയാണ്. എന്നിട്ടും എങ്ങനെയാണ് സാധാരണ നമുക്കറിയാം വിമാനത്തിൻ്റെ കാറ്റഗറി, സ്വഭാവം, യാത്രയുടെ സ്വഭാവം ഒക്കെ പരിഗണിച്ചാണ് ഇത്തരത്തിൽ അസൈൻ ചെയ്യപ്പെടുക, അതായത് പൈലറ്റുമാരെ അസൈൻ ചെയ്യപ്പെടുക. ഈ വിമാനാപകടം ഉണ്ടാകുമ്പോൾ അങ്ങനെ പൈലറ്റിനെയൊക്കെ അസൈൻ ചെയ്തതിലൊന്നും ഒരു പിഴവും കണ്ടെത്താനില്ല. കാരണം വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റുമാർ തന്നെയായിരുന്നു വിമാനം നിയന്ത്രിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പിഴവാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാനാവില്ല. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറന്നുയരുന്ന സമയത്ത്, ഈ ടേക്ക് ഓഫ് സമയത്ത് എടുക്കുന്ന അല്ലെങ്കിൽ അപ്പോൾ നടക്കുന്ന നിർണായകമായ ആ ഒരു ഘട്ടം, അതിലെന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചാൽ അത് പിന്നെ നമുക്ക് തിരികെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയില്ല എന്നതാണ്. അത് എത്രത്തോളം ഒരുപക്ഷെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഓഫീസറും പൈലറ്റുമാണ് ഉള്ളത് എങ്കിൽ പോലും അത് വീണ്ടും വിമാനത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നത് അസാധ്യമായ ഒരു കാര്യമാകാം ഒരു പക്ഷേ എന്നതാണ് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ വിമാന ദുരന്തത്തിൽ ഏറ്റവും ഒടുവിൽ ഇത് തകർന്നു വീഴുന്നതിന് തൊട്ടു മുമ്പുള്ളൊരു ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മുന്നിലുള്ളത്. ഈ ദൃശ്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പല അനുമാനങ്ങളും വിദഗ്ധർ നടത്തുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, നമ്മൾ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ വീലുകൾ ടേക്ക് ഓഫിന് ശേഷം ഇരിക്കുന്ന പൊസിഷനിലായിരുന്നില്ല ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള ചില അനുമാനങ്ങളിലേക്കൊക്കെ എത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ടേക്ക് ഓഫ് സമയത്ത് ഉണ്ടായ ഒരു പാളിച്ച സംഭവിച്ചിരിക്കാം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഈ തകർന്നു വീഴുന്നതിന് മുമ്പ് ഈ വിമാനം ഉണ്ടായിരുന്ന പൊസിഷൻ കൂടി പരിശോധിച്ചാണോ അത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് എത്തുന്നത്? ആര്യ, നമുക്ക് വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്നത് ഇതിനെയൊന്നും നമുക്ക് ടെക്നിക്കലി ഉള്ള ഒരു എക്സ്പെർട്ടുകളുടെ കമൻറ്റുകൾ ആയി കണക്കാക്കാൻ സാധിക്കില്ല. കാരണം ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം നോളജ് ഇല്ലാത്ത അല്ലെങ്കിൽ അല്പജ്ഞാനികളായ ആളുകളടക്കം ഈ അപകടത്തിൻ്റെ കാരണത്തെക്കുറിച്ച് വിശദീകരിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ്. അതൊന്നും നമ്മൾ ഏറ്റുപിടിക്കുന്നത് യഥാർത്ഥത്തിൽ വസ്തുതാപരമല്ല. കാരണം അവർക്കൊക്കെ ഈ മേഖലയിൽ എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിമാനം അപകടത്തിൽപ്പെട്ടതിന് ശേഷം നിരവധി കമൻറ്റുകൾ സോഷ്യൽ മീഡിയകളിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആര്യ സൂചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫ്ലൈറ്റുകളുടെ വീലുകൾ, ടയറുകളുടെ പൊസിഷൻ ഒക്കെയുമായി ബന്ധപ്പെട്ട് അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു സംഘം ഇത് പരിശോധിച്ച് എങ്ങനെ അപകടമുണ്ടായി എന്ന് സ്ഥിരീകരിക്കുന്നതുവരെ നമുക്ക് സൂചനകൾ മാത്രമേ പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഈ മേഖലയിലുള്ള എക്സ്പെർട്ടുകളുടെ കമൻറ്റുകൾ മാത്രമേ ഷെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതൊന്നും പക്ഷേ സ്ഥിരീകരിക്കാവുന്നവ ആകണം എന്നില്ല. അതോടൊപ്പം തന്നെ ഈ സൂചിപ്പിച്ച പോലെ ബ്ലാക്ക് ബോക്സ് എന്നതാണ് ഒരു അപകടത്തെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ അത് ER രാഗേഷ് സൂചിപ്പിച്ചു കഴിഞ്ഞു. എത്ര വലിയ അപകടം ഉണ്ടായാൽ പോലും വലിയ പരുക്കുകൾ ഇല്ലാതെ തന്നെ ലഭിക്കുന്ന, അതായത് എങ്ങനെയാണ് ഒരു അപകടം ഉണ്ടായത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്ന സാങ്കേതിക സംവിധാനം ആണ് ബ്ലാക്ക് ബോക്സ് എന്നത്. അതോടൊപ്പം തന്നെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കോക്പിറ്റ് വോയിസ് റെക്കോർഡറും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് എല്ലാ അപകടങ്ങളിലും ശേഖരിക്കാൻ സാധിക്കണമെന്നില്ല. അതായത് വിമാനം അപകടത്തിൽപ്പെട്ട് ആ അപകടത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്കറിയാമല്ലോ, പല വിമാന അപകടങ്ങൾക്കും പല സ്വഭാവമാണ്. ചിലപ്പോൾ വിമാനത്തിൻ്റെ മുൻഭാഗം എന്നത് പൂർണ്ണമായും കത്തിനശിക്കാം, നടുവിലത്തെ ഭാഗം കത്തിനശിക്കാം, അതല്ലെങ്കിൽ വിമാനം അപ്പാടെ കത്തിനശിക്കാം, പിൻഭാഗത്ത് വാലറ്റം എന്ന് പറയുന്ന ഭാഗം കത്തിനശിക്കാം. ഇതിനെയൊക്കെ അനുസരിച്ചാണ് ഈ ഡേറ്റകൾ ശേഖരിക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് ആര്യ, ഇതിൽ ഒരാൾ രക്ഷപ്പെട്ടു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഒരു ദൃക്സാക്ഷി എന്ന് പറയാവുന്ന ഒരാൾ രക്ഷപ്പെട്ടു. അതായത് യാത്രക്കാരിൽ 242 യാത്രക്കാരിൽ 241 പേര് മരണപ്പെട്ടപ്പോൾ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇയാളിൽ നിന്ന് ശേഖരിക്കാൻ പോകുന്ന വിവരങ്ങളും ഈ വിശ്വാസ് എന്ന
പൗരൻ ആണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ വംശജനാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഈ രക്ഷപ്പെട്ട സമയത്ത് വലിയ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല വിശ്വാസിന്. അതുകൊണ്ട് തന്നെ വിശ്വാസ് നടന്നു പോകുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. പക്ഷേ വിശ്വാസിനെ അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിനും മുഖത്തുമാണ് പരിക്കുള്ളത്. പക്ഷേ അപ്പോൾ പോലും വിശ്വാസ് മാധ്യമങ്ങളോടല്ല, അധികൃതരോട് പ്രാഥമികമായ വിവരങ്ങൾ, ഇൻപുട്ടുകൾ നൽകി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ആ ഇൻപുട്ടുകൾ ഈ ഘട്ടത്തിൽ നമുക്ക് വിശ്വാസയോഗ്യമല്ല. കാരണം ഒരു അപകടത്തെ ഫേസ് ചെയ്ത വ്യക്തിയാണ് വിശ്വാസ് എന്നത്. ആ സമയത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിന് കൃത്യമായ ഇൻപുട്ടുകൾ ആകണമെന്നില്ല നൽകാൻ സാധിക്കുന്നത്. ആ ഒരു ഷോക്കിംഗ് പീരീഡിൽ ആണ് ഇപ്പോഴും വിശ്വാസ് ഉള്ളത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് മാനസികമായി വളരെ കൃത്യമായി ഒരു നിലയിലേക്ക് എത്താൻ സാധിക്കുകയും ഈ അപകടത്തെക്കുറിച്ച് ഓർത്തെടുക്കാൻ സാധിക്കുകയും ചെയ്താൽ അത് വലിയ ഇൻപുട്ടായിരിക്കും അന്വേഷണ സംഘത്തിന്, വിദഗ്ധ സംഘത്തിന് നൽകാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, അപകടത്തിന് മുമ്പുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്നത് മാത്രവുമല്ല, ക്രൂ മെമ്പേഴ്സ്, അതായത് വിമാനത്തിലെ ക്രൂ മെമ്പേഴ്സ് എപ്പോഴും വളരെ കൃത്യമായി യാത്രക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അതായത് യാത്ര ചെയ്യുമ്പോൾ ഒരു എയർ ഗട്ടർ സാധ്യതയുണ്ടെങ്കിൽ വളരെ കൃത്യമായി സീറ്റ് ബെൽറ്റ് ധരിക്കണം, എയർ ഗട്ടറിലേക്ക് പോവുകയാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എത്ര അടി ഉയരത്തിലാണ് വിമാനം പറക്കുന്നത്, ഇപ്പോഴത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്, യാത്രയിലുണ്ടാകുന്ന പ്രതിസന്ധികളുണ്ടോ, ഇതെല്ലാം പലപ്പോഴും യാത്രക്കാരുമായി ഷെയർ ചെയ്യാറുണ്ട്. ഒരു അപകട സാധ്യതയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ കൃത്യമായി യാത്രക്കാർക്ക് നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. എന്തായാലും ഈ വിശ്വാസ് പ്രാഥമികമായി പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് ഇതാണ് വിവരങ്ങൾ. അത് പക്ഷേ ഞാൻ ആവർത്തിക്കുന്നു, സ്ഥിരീകരിക്കാൻ പറ്റുന്ന വിവരങ്ങൾ. രക്ഷപ്പെട്ട രമേശ് ബിശ്വാസിൽ നിന്ന് അത്തരത്തിലുള്ള നിർണായകമായ വിവരങ്ങൾ അത് നമുക്ക് വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.